ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് കൊണ്ട് ഡ്രൈപ്പിംഗ് വീഡിയോ ആണ്. സെറ്റ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയോ എന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ആസ് യൂഷ്വൽ സെയിം ആണ്. പക്ഷെ നമ്മൾ ഒരേ ഒരു സൂചി, അതായത് ഒരു സേഫ്റ്റി പിൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു സെറ്റ് സാരി ഡ്രൈപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് വീഡിയോയ്ക്ക് കിടക്കാം. അതിനേക്കാൾ മുമ്പ് ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ മറക്കണ്ട, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് വരുന്ന ചെറിയ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഒന്നും മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പൊ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണം, വേഗം വീഡിയോ കാണാം. അപ്പോൾ ആസ് യൂഷ്വൽ ആദ്യം തന്നെ അണ്ടർ സ്കേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ടോപ്പിന്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെ കുറച്ച് ബൾക്കായിട്ട് നിൽക്കണേ. ആൻഡ് അതിനുശേഷം നമ്മുടെ സെറ്റ് കൊണ്ട് എടുക്കുക. എന്നിട്ട് ഒന്ന് ഇങ്ങനെ ടക്കിൻ ചെയ്യുക. അതിനുശേഷം ഒന്ന് റൗണ്ട് അടിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് പ്ലീറ്റ്സ് ഞാൻ ഓൾറെഡി എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാ സാരിയുടെ ഡ്രൈപ്പിംഗ് വീഡിയോ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ എളുപ്പത്തിന് നാളെയല്ലേ, അപ്പോൾ ഒരു വിധം മനസ്സിലായവർക്ക്, സെറ്റ് മുണ്ടൊക്കെ മനസ്സിലായവർക്ക് അറിയാൻ പറ്റും പ്ലീറ്റ്സ് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് എടുത്തേക്കുന്ന പോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വിചാരിക്കുന്നു. ഒന്ന് ചുറ്റി എടുക്കുക. എന്നിട്ട് സെറ്റിൻ്റെ തലയുടെ വലുപ്പം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പിടിച്ച് കാണിക്കുന്നത് കണ്ടില്ലേ, ഇതേപോലെ പിടിച്ച് നോക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു കൈപ്പത്തിയുടെ ലെങ്ത്ത് അത്രയും മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു സംഭവം എടുത്തിട്ട് പ്ലീറ്റ്സ് എടുക്കാം. ചുറ്റി എടുത്തില്ലേ നമ്മൾ, അത് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ഞെറികളായിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കാം. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുകയാണ്. നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു കൈൻ്റെ ഒരു ആ ഒരു ലെങ്ത്താണ് ശരിക്കും കറക്റ്റ് വരിക. അതിനുശേഷം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ആരെങ്കിലും പിടിക്കാനുണ്ടെങ്കിൽ താഴെ ഇങ്ങനെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സൈഡിലത്തെ അതൊരെണ്ണം വിട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടൊരു സൂചി കുത്താം. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. പക്ഷേ ഞാൻ സൂചി കുത്താറില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പിന്ന് മാത്രം ഉപയോഗിക്കുന്നത് പ്രത്യേകം പറഞ്ഞത്. ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ടക്കിൻ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഈ പ്ലീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇനി നമുക്ക് തല ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ബാക്കിൽ ഇങ്ങനെ കുറച്ച് വിട്ട് നിൽക്കുന്നുണ്ടോ, അതിങ്ങനെ ഉള്ളിലേക്ക് നന്നായി തിരികെ വയ്ക്കുക. ഇത് ടക്കിൻ ചെയ്യാം, അത്ര തന്നെ. അതിനുശേഷം ബാലൻസ് ഉള്ളത് ഇതേപോലെ എടുത്ത് ഒന്ന് സെറ്റാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ പ്ലീറ്റ്സ് എല്ലാതും, അതായത് മുന്താണി, പല്ലു എന്ന് പറയില്ലേ, തല, ആ ഒരു സംഭവത്തിൻ്റെ ഓരോ പ്ലീറ്റ്സും ശരിയാക്കിയ ശേഷം നമുക്കിൻ്റെ ബാക്ക് കൂടെ ഒന്ന് വട്ടം തിരിഞ്ഞാൽ മതി. തിരിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്നിട്ട് വിടുക. കണ്ടോ, പെർഫെക്റ്റ് അനുഭവം കിടക്കും. ഇനി ഓരോ ലൈൻസും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക വേണ്ടു. ഇപ്പോൾ ഇതാ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ബ്ലൗസ് ഇടാം. ഞാനിപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ ടോപ്പില്ലേ, അതിൻ്റെ മുകളിൽ കൂടെ തന്നെയായിട്ട് ബ്ലൗസ് ഇടുന്നത്. അതാണ് ഇടയിൽ നീല കളറൊക്കെ കാണുന്നത്. എനിവേസ് അങ്ങനെ ഇട്ട ശേഷം നമ്മുടെ സ്ലാൻഡിങ് ലൈൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ മുട്ടിന് ശരിക്കും ഡയഗണൽ എന്നുള്ള രീതിയിൽ, കാൽമുട്ടില്ലേ, ആ രീതിയിലാണ് ഈ ഒരു ഡയഗണലായിട്ടുള്ള സംഭവം വരേണ്ടത്. അതും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് സാരി ഡ്രൈപ്പിംഗ് സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ചുറ്റി പിടിക്കുമ്പോഴുള്ള അളവ് നോക്കുക. അതാണ് നമ്മുടെ സാരി തലയുടെ പെർഫെക്റ്റ് അളവ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ സൂചിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ലാൻഡിങ് ലൈനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ലൈൻ എന്തായാലും മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് മറക്കരുത്. അതേപോലെ തന്നെ തലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഈ ചുറ്റിയെടുക്കുമ്പോൾ കുറച്ച് ആ ഒരു കരയുടെ ഭാഗം മാത്രമേ പാടുള്ളൂ. കുറച്ച് ഇതൊരു നമ്മുടെ ഒരു കൈയിൻ്റെ ഇത്ര പോർഷനില്ല, ഇവിടെ നിന്നുള്ള ലെങ്ത്ത്, ആ ഒരു ലെങ്ത്ത് മതി നമുക്ക് ഇവിടെ. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സാരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തന്നെ പോയിട്ട് നിങ്ങൾ സെറ്റ് സാരി അമ്മയുടെ അടുത്ത് നാളെ അമ്പലത്തിൽ കൊടുക്കാം അങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് എന്തായാലും നടക്കില്ല. കാരണം ഒരു വീഡിയോ കണ്ടോളൊന്നും ആരും പഠിക്കാൻ പോകില്ല. 10 വീഡിയോ കണ്ടാലും പഠിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് പഠിക്കാൻ പറ്റും. കാരണം അത്ര എളുപ്പമാണ്. സാരി ഡ്രൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല, സിമ്പിളാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയുന്നത് സാരി കൊടുക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ അത് ഒരു പ്രശ്നമില്ലാത്ത സംഭവം, ഇത്ര ഈസി ആയിട്ടുള്ള സംഭവം നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളത് ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ എളുപ്പമാണ് പഠിക്കാൻ. എന്താ പറയുക, തള്ളണതല്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് സാരി ഡ്രൈപ്പ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് അതിനുശേഷം ഒരു 6th 7th ഒക്കെ ഞാൻ ഡെയിലി സാരി എടുത്ത് പഠിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഇത്ര എക്സ്പേർട്ടായ സാരി കൊടുക്കാൻ. അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ട് അയച്ചിരുന്ന സാരി എടുത്തിട്ടാണ് ഞാൻ ഉടുത്ത് പഠിച്ചേക്കണേ. അന്ന് ബ്ലൗസൊക്കെ ഈ പറഞ്ഞ പോലെ പട്ടുപാവാടയൊക്കെ എടുത്തിട്ട് തിരികെ വയ്ക്കും, ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഏതെങ്കിലും പാവാടയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അങ്ങനെ പഠിച്ചേക്കുന്നത്. അപ്പൊ അതേപോലെ നമുക്കിപ്പോ ഇത്രയും ഫെസിലിറ്റീസ് നമുക്ക് കണ്ടുപഠിക്കാൻ വരെയുണ്ട്. ഇത് നമ്മൾ രാവിലെ അമ്മ പോകുമ്പോൾ കൊടുക്കണ കാണും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വരുമ്പോൾ അതേപോലെ ട്രൈ ചെയ്യും. പിന്നെ ഡൗട്ട് ചോദിക്കും, ഇങ്ങനെയല്ലേ ഞെറി എടുക്കുക, ഇങ്ങനെയല്ലേ കുത്തുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. അപ്പൊ
അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് ഇത്രയും ക്ലിയർ ആയിട്ട് വീഡിയോ ഉണ്ട്, ഒരുപാട് പേരുടെ വീഡിയോസ് ഉണ്ട്, എന്റെ മാത്രമല്ല എല്ലാവരുടെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഓരോന്നിൽ നിന്നും ഓരോ ടിപ്സ് ആവും കിട്ടുക. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്വയം തന്നെ പരീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഏതൊരു ഫംഗ്ഷന് പോകുമ്പോഴാണ് എല്ലാവരും സാരി എടുക്കാൻ പറഞ്ഞാൽ സാരിയല്ലേ എനിക്ക് വയ്യ, എനിക്ക് വേണ്ട, അങ്ങനെയാണ് പറച്ചില്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് എളുപ്പമായിട്ട് പഠിക്കാം. അപ്പൊ സെറ്റ് മുണ്ടിലായാലും സെറ്റ് മുണ്ട് നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിടക്കണം. കാരണം എന്നാലാണ് ആ ഒരു വൈറ്റ്നസ് ആയാലും ഇങ്ങനത്തെ ഓരോ പ്ലീറ്റ്സും ക്ലിയർ ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എക്സ്പേർട്സ് ആയിരിക്കണം. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയാണ് ഞാൻ ഉടുത്ത് പഠിച്ചത്. അതിനുശേഷം ഒരു 7th 8th ഒക്കെ ആയ സമയം തൊട്ട് ഞാൻ ഉടുത്തു കൊടുക്കാൻ പോകാറുണ്ടായിരുന്നു. ലൈക്ക് എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ തല പിടിച്ചു കൊടുക്കാനാണ്, ഇങ്ങനത്തെ പ്ലീറ്റ്സ് ചെറിയ പ്ലീറ്റ്സ് എടുക്കാനാണ് ഹെൽപ്പ് ചെയ്യാറ്. പിന്നീട് താഴത്തെ പ്ലീറ്റ്സ് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കൊടുത്തു കൊടുക്കാറുണ്ട്. ഒരുപാട് ഫംഗ്ഷൻസ് ഞാൻ കൊടുത്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയുണ്ടാവും, ഒരു താഴെ കമന്റ് ചെയ്തിട്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് കൊടുത്തുണ്ടെന്ന് ആരെങ്കിലും കമന്റ് ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കുക വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അപ്പോ അതാ ഞാൻ പറഞ്ഞു, എളുപ്പമാണ് സംഭവം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാൻ, സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. Till then, take care. Bye bye.